ദിവസങ്ങളെ സെക്രട്ടറിയിൽ നിന്ന് തുടരുകയാണ്. പക്ഷേ സമരത്തോട് അനുകൂലമായ ചേർത്ത് പിടിക്കുന്ന ആശാവർക്കർമാരോട് അനുകൂലമായ നിലപാട് അല്ലേ അവരോട് ചർച്ചയ്ക്ക് വിളിച്ചു എന്നുള്ളത്. ഒരു ചർച്ചയിൽ ചിലപ്പം ചില സമരങ്ങൾ ഒറ്റ ചർച്ചയിൽ വിജയിക്കും, ചില സമരങ്ങൾ ഒരു 10-15 തവണ ചർച്ച ചെയ്തെങ്കിലേ വിജയിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നതുകൊണ്ടാണ് ചർച്ചയ്ക്കൊക്കെ വിളിക്കുന്നത്. പക്ഷേ ആശാ വർക്കർമാരുടെ അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ന്യായമായൊരു ഡിമാൻഡാണ്. രാജ്യമാകെയുള്ള ആശാ വർക്കർക്ക് അവർക്ക് വേണ്ടി സമരം ചെയ്യുന്ന സംഘടനയിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഞാൻ. സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾ കൂടിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ കോറായിട്ടുള്ള വിഷയം എന്താണ്? ഇവർ തൊഴിലാളികളാണോ? തൊഴിലാളികളല്ല. ആശാ വർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, അതേപോലെ തന്നെ മിഡ് ഡേ മീൽ വർക്കർമാർ, ഇവരെല്ലാം സന്നദ്ധ പ്രവർത്തകരാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ സന്നദ്ധ പ്രവർത്തകരുടെ പട്ടികയിലുള്ളതാണ്. ഇവരുമില്ല. ഈ 3 സെക്ഷനും ലക്ഷക്കണക്കായ സ്ത്രീകളാണ്. ഈ 3 ഇതിലും അത് ഭക്ഷണ പാചക സ്കൂളിൽ ആര്? അത് സ്ത്രീകളാണ്. അംഗൻവാടി ടീച്ചറും ഹെൽപ്പറും അവരാര്? സ്ത്രീകളാണ്. ആശാ വർക്കർമാരാര്? സ്ത്രീകളാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കോറായിട്ട് ഈ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭാവി ഹ്യൂമൻ റിസോഴ്സ് അത് വെരി സ്ട്രോങ് ആൻഡ് എന്താണ് പറയുക, ഏറ്റവും നല്ല ഹ്യൂമൻ റിസോഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള, അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇവരൊക്കെ തന്നെ. വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ, അംഗൻവാടിയിൽ ഈ കുഞ്ഞുങ്ങളെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ പൗഷ്ടികാഹാരമൊക്കെ കൊടുക്കുന്നവരായാലും അതേപോലെ തന്നെ ഈ ആശാ വർക്കർമാർ. അപ്പോൾ അവരെ വർക്കർമാരായി അംഗീകരിക്കാനുള്ള ഒരു സമരം രാജ്യത്തെല്ലാം മനുഷ്യരും ചേർന്ന് നടത്തേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യം അവരുടെ ഈ ഓണറേറിയം ശമ്പളം നല്ല, അവർക്ക് ശമ്പളം ഒരു സംസ്ഥാനത്തും ഇല്ല, കാരണം അവർ തൊഴിലാളികളല്ല. അതെനിക്കറിയില്ല, ആരാ പറഞ്ഞതെന്ന് അറിയില്ല എന്താണ്. പക്ഷെ അവരുടെ ഡിമാൻഡ് എന്താണ്, ന്യായമായ ഡിമാൻഡാണ്. അവരുടെ സമരത്തോട് ഞാൻ ഐക്യപ്പെടുന്നു, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ കാണാത്ത കാര്യവും വായിക്കാത്ത കാര്യവും ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എൻ്റെ കാര്യം ഞാൻ പറയുന്നു, എൻ്റെ സംഘടന ദേശീയ മഹിളാ ഫെഡറേഷൻ്റെ കാര്യം ഞാൻ പറയുന്നു. കേരളത്തിൽ CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ബിനോയ് വിശ്വവും പറഞ്ഞ് അവരുടെ ന്യായമായ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിക്കുന്നു.